അഡോബി ഇല്ലസ്ട്രേറ്ററിന്റെ ഈ ഒരു പാർട്ടിൽ ഞാൻ പുതിയ ഒരു 3 ടൂൾസ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. അതിൽ ആദ്യം വരുന്നത് ഷേപ്പ് ബിൽഡർ ടൂള്, രണ്ടാമതായിട്ട് ലൈവ് പെയിന്റ് ബക്കറ്റ് ടൂള്, മൂന്നാമത് ലൈവ് പെയിന്റ് സെലക്ഷൻ. ഇങ്ങനെ 3 ടൂൾസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഷേപ്പ് ബിൽഡർ ടൂള്. സോ എന്താണ് ഷേപ്പ് ബിൽഡർ ടൂള്, അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. പേര് പോലെ തന്നെ ഷേപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഷേപ്പ് ബിൽഡർ ടൂൾ. മുൻപ് നമ്മൾ പഠിച്ചിട്ടുള്ള പാത്ത് ഫൈൻഡർ ഓപ്ഷൻസ്, അതുപോലെ തന്നെ കോമ്പൗണ്ട് പാത്ത് എന്നീ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ചിട്ടും ചെയ്യാൻ സാധിക്കും. മെയിനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷേപ്പുകൾ, അത് ഏത് തരത്തിലുള്ള ഷേപ്പ് ആണെങ്കിലും അതിനെ ചേഞ്ചസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂള് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ലോഗോ ക്രിയേഷനൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂൾ കൂടിയാണ് ഷേപ്പ് ബിൽഡർ ടൂള്. ഇത് AI സോഫ്റ്റ്വെയറിന്റെ ഒരുപാട് പഴയ വേർഷൻസിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല. സോഫ്റ്റ്വെയറിന്റെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റഡ് വേർഷനിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുള്ളൂ. സോ ഒരുപാട് പഴയ വേർഷൻസ് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഈ ഒരു ടൂൾസ് നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ടൂൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഷേപ്പ് ബിൽഡർ ടൂളിന്റെ ബേസിക് ആയ കാര്യങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ 2 സർക്കിൾ വരയ്ക്കുകയാണ്. ഫസ്റ്റ് ഒരു സർക്കിൾ വരച്ചു, അതിന്റെ കോപ്പി എടുത്തുകൊണ്ട് മൂവ് ചെയ്ത് വെച്ചു. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും, ഇത് 2 സർക്കിൾ ആണ്. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് മറ്റൊരു ഷേപ്പ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ഞാൻ ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു. ആ ടൂൾ എടുത്ത് അതിന്റെ മുകളിൽ മൗസ് വെക്കുമ്പോൾ തന്നെ ഒരു ഗ്രേ കളർ ആയിട്ടുള്ള ഒരു എഫക്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് അവിടെ സെലക്ട് ആയിട്ടുണ്ട് എന്ന് കാണിച്ചു തരികയാണ്. അതിനുശേഷം ഞാൻ അടുത്ത ഷേപ്പിലേക്ക് മൂവ് ചെയ്തു, വീണ്ടും ലാസ്റ്റ് ആയിട്ടുള്ള സർക്കിളിന്റെ പോർഷനിലേക്ക് മൂവ് ചെയ്തു. ദെൻ മൗസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ വരച്ചിരിക്കുന്ന ആ 2 സർക്കിളും ഒറ്റ ഷേപ്പായിട്ട് മാറി. ഇനി ഞാനൊന്ന് കൺട്രോൾ സെറ്റ് അടിച്ചു. ഇവിടെ ഫസ്റ്റ് നമ്മൾ വരച്ചിട്ടുള്ള ഈ സർക്കിളിന്റെ ആദ്യത്തെ ഈ ഒരു പോർഷനും അതിന്റെ സെന്ററിൽ വന്നിരിക്കുന്ന ഈ ഒരു പോർഷനും മാത്രം സെലക്ട് ചെയ്തു. ഇപ്പോൾ അവിടെ സെപ്പറേറ്റ് ആയിരിക്കുന്ന ആ 2 ഷേപ്പുകളും ജോയിന്റ് ആയി ഒറ്റ സിംഗിൾ ഷേപ്പായിട്ട് മാറി. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് വേണ്ട ഷേപ്പിനെ ജോയിൻ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ചിട്ട് സാധിക്കും എന്നുള്ളതാണ്. മീൻസ് ഒരു സിംഗിൾ മെർജ്ഡ് ഷേപ്പ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് ഈ ഒരു ടൂൾ കൊണ്ട് സാധിക്കും. ഇനി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആ സെയിം ഷേപ്പ് തന്നെ ഒന്നുകൂടി വരയ്ക്കുകയാണ്. കോപ്പി ചെയ്ത് വെച്ചു. ദെൻ ഇവിടെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. ഫസ്റ്റത്തെ സർക്കിളിൽ ഒരു ബ്ലൂ കളറും സെലക്ട് ചെയ്തു. വീണ്ടും ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഇതിന്റെ മിഡിൽ പോർഷൻ മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ക്ലിക്ക് ചെയ്താൽ മാത്രം പോലെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഈ മിഡിൽ വരുന്ന ഈ പോർഷൻസ് ഒന്ന് സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂവ് ചെയ്ത് കൊടുത്ത് നോക്കാം. സെപ്പറേറ്റ് ആയത് മാത്രമല്ല, ആ പോർഷൻ അവിടെ കട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പിനെ മെർജ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു പോർഷൻ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാനും കൂടി ഈ ഒരു ടൂൾ ഉപയോഗിച്ച് സാധിക്കും. സോ ഞാൻ 1-2 എക്സാമ്പിൾസ് കൂടി കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ലോഗോസ് ഒക്കെ വരച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിക്കാറ്. സോ നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ലോഗോന്റെ ഷേപ്പ് ഞാൻ ഒന്ന് വരച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ എങ്ങനെ ലോഗോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതല്ല കാണിക്കുന്നത്, നമ്മൾ ഷേപ്പ് ടൂൾ ഒന്ന് പരിചയപ്പെടുകയാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒരു സർക്കിൾ ഷേപ്പ് വരച്ചു. ദെൻ അതിന്റെ സ്ട്രോക്ക് ഒന്ന് ഒഴിവാക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും ഇതിന്റെ മറ്റൊരു കോപ്പി എടുത്തു. Ctrl+C Ctrl+F അടിച്ചു. Ctrl+C Ctrl+F അടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ മുൻപത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, സെയിം ഏരിയയിലേക്ക് തന്നെ, അതായത് ഏത് ഒബ്ജക്റ്റിനെയാണോ നമ്മൾ കോപ്പി ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിന്റെ എക്സാക്ട് ആയിട്ടുള്ള അതേ ഏരിയയിലേക്ക് തന്നെ നമുക്ക് അതിന്റെ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് Ctrl+C കഴിഞ്ഞിട്ട് നമ്മൾ Ctrl+F അടിക്കുന്നത്. ഓക്കെ, ദെൻ ഞാൻ രണ്ടാമത് വന്നിരിക്കുന്ന ഈ സർക്കിൾ ഒന്ന് ചെറുതായി കൊടുത്തു. അതിൽ ആദ്യം നമ്മൾ വരച്ച ഈ ഒരു സർക്കിളിൽ ഞാനൊരു ലൈറ്റ് ഗ്രേ കളർ കൊടുത്തു. ജസ്റ്റ് ഇതൊന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ബ്ലൂ കളറിനെ ഞാൻ ഇവിടുന്ന് മാറ്റി ഒരു ബ്ലാക്ക് കളർ കൊടുത്തു. ദെൻ വീണ്ടും Ctrl+C Ctrl+F അടിച്ച് അതിന്റെ കോപ്പി എടുത്തു. സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്തു. അതായത് സെയിം സർക്കിളിന്റെ കോപ്പി എടുത്ത് ഉള്ളിലേക്ക് സ്കെയിൽ ചെയ്ത് വെച്ചു. ദെൻ ഇതിലേക്ക് ഞാൻ തൽക്കാലം ഒരു വൈറ്റ് കളർ ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഞാൻ ലൈൻ ടൂൾ ഉപയോഗിച്ചത് ഒന്ന് വെർട്ടിക്കൽ ആയിട്ട് വരച്ചു കൊടുത്തു. ഹൊറിസോണ്ടൽ ആയിട്ട് ഒന്ന് വരച്ചു, ഒരു സെപ്പറേഷൻ.
അപ്പൊ അവിടെ ഇൻസൈഡിലായിട്ട് നമ്മൾ ഒരു സർക്കിൾ, വൈറ്റ് സർക്കിൾ വരച്ചു. അതിന്റെ കൂടെ തന്നെ ഒരു പ്ലസ് ആകൃതിയിലുള്ള ലൈനും വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളിപ്പോ ഈ ലാസ്റ്റ് വരച്ചിരിക്കുന്ന ഈ ലൈൻസും അതുപോലെ തന്നെ ഈ ഇൻസൈഡിലുള്ള സർക്കിൾ കൂടെ സെലക്ട് ചെയ്ത് ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന 4 സൈഡിലും ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. മീൻസ് അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ കൺട്രോൾ വൈ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലൈൻ സെഗ്മെന്റ് വ്യൂയിലേക്ക് പോകും. അതിനുശേഷം ഞാൻ ഇവിടെ കാണുന്ന ഈ 2 ഷേപ്പ് കൂടെ സെലക്ട് ചെയ്തു. അതായത് ഓപ്പോസിറ്റ് കാണുന്ന ഈ 2 ഷേപ്സ് അത് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും കൺട്രോൾ വൈ അടിച്ച് പഴയ സ്റ്റേജിലേക്ക് തന്നെ വന്നു. ഇവിടെ ഞാനൊരു ബ്ലൂ കളർ സെലക്ട് ചെയ്തു, ഒരു ബ്ലൂ കളർ. കൺട്രോൾ വൈ അടിച്ച് ഞാൻ അതിന്റെ തൊട്ടടുത്തുള്ള 2 ഷേപ്പ് കൂടെ സെലക്ട് ചെയ്തു, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഷേപ്സ്. അതിൽ ഞാൻ ഒരു വൈറ്റ് കളറും കൊടുത്തു. അതിനുശേഷം ഞാൻ ഇൻസൈഡിലുള്ള ഈ സർക്കിള് കുറച്ചൊന്ന് വലുതായി കൊടുത്തു. നമുക്ക് കുറച്ചൊന്ന് വലുതാക്കേണ്ടതുണ്ട്. ഈ ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ലക്ഷറി കാറുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ലോഗോയും ഇഷ്ടപ്പെടേണ്ടതാണ്. BMW ഒരു ലോഗോ ആണിത്. പക്ഷെ ലോഗോ കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. BMW എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് മുകളിൽ കൊടുക്കണം. പിന്നെ കുറച്ചും കൂടി ഒരു എംബോസിംഗ് എഫക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാലേ അതിന്റെ ആ ഒരു പൂർണ്ണതയിൽ എത്തുള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഗോ ഡിസൈനിങ് അല്ല നമ്മളിപ്പോൾ പഠിക്കുന്നത്. നമ്മൾ ഷേപ്പ് ബിൽഡർ ടൂൾ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒരു ലോഗോ ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇതുപോലെ പലതരത്തിലുള്ള ഷേപ്പുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഷേപ്പ് ബിൽഡർ ടൂളിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം. ഞാൻ ഇവിടെ ഒരു റെക്ടാംഗിൾ ഷേപ്പ് വരച്ചു ആദ്യം. അതിനുശേഷം അതിന്റെ 2 അറ്റത്തായിട്ട് 2 സർക്കിൾ ഷേപ്പ് കൂടെ വരച്ചു. 2 അറ്റത്തായിട്ട് സർക്കിൾ ഷേപ്പുകൾ ഓപ്പോസിറ്റ് എൻഡിലേക്ക് കോപ്പി ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാനിവിടെ പോളിഗൺ ടൂൾ എടുത്തു. പോളിഗൺ ടൂൾ എടുത്തിട്ട് ഈ സർക്കിൾ ഷേപ്പിന്റെ ഇൻസൈഡിലായിട്ടൊന്ന് വരച്ചു. പോളിഗൺ ടൂൾ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പോളിഗൺ ഷേപ്പിനെയും ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് കോപ്പി ചെയ്ത് വെച്ചു. ഇപ്പൊ ഇവിടെ 3 ഷേപ്പുകളാണ് ടോട്ടൽ ഉള്ളത്. സെന്ററിൽ റെക്ടാംഗിൾ ഷേപ്പ്, 2 അറ്റത്തായിട്ട് പോളിഗൺ ഷേപ്പും അതുപോലെ സർക്കിൾ ഷേപ്പും ഉള്ളത്. ദെൻ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ആ എൻറ്റയർ പോർഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഷേപ്പ് ബിൽഡർ ടൂൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാനിവിടെ ഫസ്റ്റ് വരച്ചിരിക്കുന്ന ഈ പറയുന്ന സർക്കിൾ ഷേപ്പുകൾ കംപ്ലീറ്റ് മെർജ് ചെയ്ത് കൊടുത്തു. ശേഷം മിഡിലുള്ള ഈ റെക്ടാംഗിൾ ഷേപ്പ് ഒന്ന് മെർജ് ചെയ്തു. ദെൻ ഈ എൻഡിലായിട്ടുള്ള പോളിഗൺ ഷേപ്പിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. ഇവിടെയും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഡ്രാഗ് ചെയ്തു. ഇപ്പൊ നമുക്ക് ഇവിടെ വരച്ചിട്ടുള്ള പോളിഗൺ ഷേപ്സ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൂള് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമ്മൾ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് കാണുന്ന ഒരു സാധനമാണ് സ്പാൻഡർ. അതിന്റെ ഒരു മോഡൽ നമ്മൾ ഈ പറയുന്ന ഷേപ്പുകളൊക്കെ ഉപയോഗിച്ച് ഷേപ്പ് ബിൽഡർ ടൂളിന്റെ ഹെൽപ്പോട് കൂടി പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രം. അതുപോലെ തന്നെ 2 ഷേപ്പുകൾക്കിടയിൽ വരുന്ന പോർഷനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ഞാനിപ്പോൾ ഒരു സർക്കിൾ വരച്ചു, ഏകദേശം ഇതിനോട് ജോയിന്റ് ചെയ്ത് തന്നെ അതിന്റെ കോപ്പി എടുത്തു വെച്ചു. വീണ്ടും ഞാൻ ഈ 2 സർക്കിൾ കൂടി വരച്ച് വീണ്ടും കോപ്പി താഴേക്ക് എടുത്തു. ഈ 4 സർക്കിളും സെലക്ട് ചെയ്തിട്ട് ഈ സർക്കിളിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഞാൻ ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ സെന്റർ പോർഷൻ ഒന്ന് സെലക്ട് ചെയ്തു. വെറുതെ ക്ലിക്ക് ചെയ്താൽ പോരാ, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യും. ഇനി നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ഈ 4 സർക്കിളും ഞാൻ ഡിലീറ്റ് ചെയ്തു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. നമ്മളിവിടെ പെൻ ടൂൾ ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൂൾസ് ഉപയോഗിച്ചൊന്നും വരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് എക്സാക്ട് ആയിട്ടുള്ള സൈസിൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിലും പല ഡിസൈൻസും നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഫ്ലവറിന്റെ മോഡൽ വരച്ചു നോക്കാം. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ സർക്കിൾ വരച്ചു, അത് രണ്ടും സെലക്ട് ചെയ്ത് വീണ്ടും കോപ്പി ചെയ്ത് വെച്ചു. കോപ്പി ചെയ്ത് ജസ്റ്റ് ഒരു 45 ആംഗിളിലേക്ക് ഞാനത് റൊട്ടേറ്റ് ചെയ്ത്. നേരത്തെ നമ്മൾ ചെയ്തത് സെന്റർ പോർഷനിൽ ക്ലിക്ക് ചെയ്ത് അതിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യുക ചെയ്തത്. പക്ഷെ അതിന് പകരം ഞാനിവിടെ ഈ കാണുന്ന 4 സർക്കിളിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. 4 സർക്കിളും മെർജായി. ദെൻ വീണ്ടും ഒരു സർക്കിൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഇൻസൈഡിലായിട്ട് ഒന്ന് വരച്ചു. ഏകദേശം സെന്റർ പോർഷനിലേക്ക് ഒന്ന് മൂവ് ചെയ്തിട്ട് വീണ്ടും സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് എൻറ്റയർ ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ചിട്ട് ഇൻസൈഡിലുള്ള ആ സർക്കിൾ മാത്രം ഒന്ന് സെലക്ട് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഏരിയ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് വരയ്ക്കാം. ഇത് നമുക്ക് ലീഫിന്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കണം. അതും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ സർക്കിൾ ഷേപ്പ് തന്നെ വെച്ച് വരയ്ക്കാം. ഞാൻ ആദ്യം കാണിച്ച എക്സാമ്പിളിലേക്ക് പോവാം. ഇവിടെ വന്ന് ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് നമുക്ക് ഇതിനെ ലീഫായിട്ട് ഉപയോഗിക്കാം. ഞാനൊന്ന് ചെരിച്ച് വെച്ച് കറക്റ്റ് ഈ ഒരു ഏരിയയിലേക്ക് വെച്ചു. ഈ ലീഫിന്റെ സെന്ററിൽ വരുന്ന പോർഷൻസ്, അതായത് സെന്ററിൽ ഒരു പാർട്ടീഷൻ നമുക്ക് കാണാറുണ്ട്.
അത് ഞാൻ ഇവിടെ ഒന്ന് വരച്ചു കൊടുത്തു. 2 ഷേപ്പ് കൂടി സെലക്ട് ചെയ്ത് ഇവിടെ ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സെന്ററിൽ വരച്ചിരിക്കുന്ന പോർഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ആ ഒരു ലീഫിന്റെ കുറച്ചുകൂടി ഒറിജിനാലിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. എത്രത്തോളം അതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അതിന്റെ ആ ഒരു റിയലിസ്റ്റിക് വ്യൂയിലേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. സോ അപ്പൊ ഇതാണ് ഷേപ്പ് ബിൽഡർ ടൂൾ കൊണ്ടുള്ള ഉപയോഗം. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിൽ പരിചയപ്പെടാനുള്ളത് ലൈവ് പെയിന്റ് ബക്കറ്റ് ആണ്. കെ ആണ് അതിന്റെ ഷോർട്ട് കീ. ആദ്യം നമ്മൾ പറഞ്ഞ ഷേപ്പ് ബിൽഡർ ടൂളിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് Shift+M ആണ്. എന്നാൽ ലൈവ് പെയിന്റ് ബക്കറ്റിലേക്ക് വരുമ്പോൾ കെ ആണ് അതിന്റെ ഷോർട്ട് കീ. ലൈവ് പെയിന്റ് ബക്കറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. പെയിന്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ലൈവ് പെയിന്റ് ബക്കറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇവിടെ കാണുന്ന സ്വാച്ചസ് കളർ ശരിക്കും പറഞ്ഞാൽ ലൈവ് ആയിക്കൊണ്ട് തന്നെ ഓൺ ദി സ്പോട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഞാനിവിടെ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. അതിന്റെ തൊട്ടടുത്തുള്ള കളർ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ അടുത്ത് ഒരു ലൈറ്റ് ഗ്രീൻ ഉണ്ട്, തൊട്ടിപ്പുറത്തേക്ക് വന്ന യെല്ലോ കളർ ആണ്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നവരും ഗ്രീനിന്റെ ഡാർക്ക് ഉണ്ട്, പിന്നെ ബ്ലൂ കളറിന്റെ ഷെയ്ഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഈ ഗ്രീൻ സെലക്ട് ചെയ്തു. പെയിന്റ് ബക്കറ്റ് ടൂൾ എടുത്തിട്ട് ഓൾറെഡി ഒബ്ജക്റ്റ് സെലക്ടഡ് ആണ്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് എഫക്റ്റ് ആവുള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്തു. ആ ഗ്രീൻ കളർ അതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പ്രിവ്യൂ ആയിട്ട് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെ നമ്മൾ നേരത്തെ സ്വാച്ചസ് പാനലിൽ കണ്ടിട്ടുള്ള ആ ഗ്രീനും ലൈറ്റ് ഗ്രീനും 2 സൈഡിലുമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ആ കളറുകൾ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കീബോർഡിൽ റൈറ്റ് ആരോയും ലെഫ്റ്റ് ആരോയും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കളർ ഇവിടെ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോ ലെഫ്റ്റ് ആരോ ഒന്ന് പ്രസ് ചെയ്തു, എന്നിട്ട് ഇതിലേക്ക് കളർ പിക്ക് ചെയ്തു. ഇപ്പൊ ആ ലൈറ്റ് കളർ ഗ്രീൻ അതിലേക്ക് അപ്ലൈ ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒന്നുകൂടെ ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കുറച്ചുകൂടി യെല്ലോ ഷെയ്ഡുള്ള കളർ അതിലേക്ക് വന്നു. അതായത് സ്വാച്ചസ് പാനലിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ സെയിം ഷെയ്ഡുകൾ തന്നെ പേര് പോലെ തന്നെ ലൈവായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ തൊട്ടിപ്പുറത്തുള്ള ആ ഒരു പോർഷനിൽ കൂടി അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനി എനിക്ക് ഒരു ബ്ലൂ കളറാണ് വേണ്ടത്. ഞാൻ റൈറ്റ് ആരോ ഒന്ന് പ്രസ് ചെയ്ത് അതിലേക്ക് ബ്ലൂ കളർ സെലക്ട് ചെയ്തു. ബ്ലൂവിന്റെ പല ഷെയ്ഡുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആ സ്വാച്ചസ് പാനലിലുള്ള ആ കളറിന്റെ ഷെയ്ഡിലേക്കാണ് പോകുന്നത്. ഇനി റൈറ്റ് ലെഫ്റ്റ് ആരോന് പകരം അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലേക്ക് പോകും. ഇപ്പൊ ബ്ലാക്ക് ആണ്. വീണ്ടും റൈറ്റ് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ആ സെലക്ട് ആയി കിടക്കുന്ന ഗ്രേ കളറിന്റെ ഷെയ്ഡ്, അതായത് ടിന്റ് ആയിട്ട് വരുന്ന കളറുകൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആരോന്റെ ഡയറക്ഷൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കളേഴ്സിന്റെ ഒക്കെ ഷെയ്ഡ് വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഞാനിവിടെ ലീഫിന് സെയിം ഗ്രീനിന്റെ തന്നെ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് ഇവിടെ കൊടുക്കണം തോന്നിക്കഴിഞ്ഞാൽ ലൈറ്റ് പെയിന്റ് ബക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അവിടെ നമ്മൾ വേറെ ഒരുപാട് കളറുകൾ അവിടെ പോയി പിക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. മാത്രമല്ല നമുക്കിവിടെ ലൈറ്റ് പെയിന്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മളിവിടെ കോമൺ ആയിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ 3 കളറും ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇത് നമുക്കിവിടെ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാനോ അത് സെലക്ട് ചെയ്യാനോ സാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ ലൈറ്റ് പെയിന്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഞാനിപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന പിങ്ക് കളർ മാത്രം സെലക്ട് ചെയ്തു. അപ്പൊ ഇൻ കേസ് നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ലൈവ് പെയിന്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് അത് സെലക്ട് ചെയ്യാനും അത് ചേഞ്ച് ചെയ്യാനും സാധിക്കും. ചില കേസിൽ നമുക്ക് കളർ കോഡൊക്കെ വെച്ചിട്ട് കളർ സെലക്ട് ചെയ്യേണ്ടി വരും. എല്ലാ ഡ്രോയിങ്ങിലും ഇതുപോലത്തെ സ്വാച്ചസ് കളർ മാച്ച് ആയിട്ട് വരില്ല. അപ്പൊ അവിടെ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും കളർ കോഡുകളോ അതല്ലെങ്കിൽ പ്രത്യേക ഷെയ്ഡുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക പോർഷൻ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ആ സെന്റർ പോർഷൻ ലൈവ് പെയിന്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്തു, അതിനുശേഷം മറ്റൊരു കളർ അപ്ലൈ ചെയ്തു. അപ്പൊ ഇതിലൂടെ നമ്മൾ ലൈവ് പെയിന്റ് സെലക്ഷൻ ടൂൾ കൂടി പഠിച്ചിരിക്കുകയാണ്. ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞത് ലൈവ് പെയിന്റ് ബക്കറ്റ് ടൂൾ ആണ്. ലൈവ് പെയിന്റ് ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സ്വാച്ചസ് കളർ ഉൾപ്പെടെയുള്ള കളേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കളർ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. അപ്ലൈ ചെയ്ത കളറിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കളറിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈവ് പെയിന്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാനും കളർ ചേഞ്ച് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 3 ടൂളിൽ പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഷേപ്പ് ബിൽഡർ ടൂള്, ദെൻ ലൈവ് പെയിന്റ് ബക്കറ്റ് ടൂള്, മൂന്നാമതായി വന്നിട്ടുള്ള ലൈവ് പെയിന്റ് സെലക്ഷൻ ടൂള്. Shift+L ആണ് അതിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ 3 ടൂളും ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുക. 3 ടൂളും പഠിക്കാൻ വേണ്ടി ഞാനിപ്പോ ഇവിടെ കാണിച്ചിട്ടുള്ള എക്സാമ്പിൾസോ അതല്ല ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൂടെ ചെയ്ത് ഇതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. പഠിച്ചെടുക്കുന്ന സമയത്ത് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൂളാണ് ഷേപ്പ് ബിൽഡർ ടൂള്.
ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ലോഗോ പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ, അതുപോലെ ഐക്കൺസ്, പിക്ടോഗ്രാം, സൈനുകൾ ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഷേപ്പ് ബിൽഡർ ടൂൾ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ചിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വിധേനയുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ മാസ്റ്റർ മീഡിയ ക്ലാസ് റൂം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് മുഖേനയോ അതല്ലെങ്കിൽ കമന്റ് ബോക്സിലൂടെയൊക്കെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഇല്ലസ്ട്രേറ്റർ സോഫ്റ്റ്വെയറിൽ പഠിച്ചെടുക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ അടുത്ത് വരുന്ന അപ്കമിംഗ് പാർട്സിൽ ഞാൻ ഷെയർ ചെയ്യാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.